ഹായ് ആൾ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇവിടെ എല്ലാവർക്കും സുഖമാണ്. നിങ്ങൾക്ക് സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് പണിക്കാരുണ്ട് കേട്ടോ. ഇന്ന് മുറ്റത്തിൻ്റെ പണിയാണ്. അപ്പോൾ ആ പണി തുടങ്ങിയിട്ടുണ്ട്. ആശിമോനിൻ്റെ മോള് നോക്കിയിരിക്കുകയാണ് കേട്ടോ പണിക്കാരെ പണിയും കഥയും. പുറത്തേക്ക് വിടാത്ത നായ്ക്കളെ പേടിച്ചിട്ട് പുറത്തേക്ക് വിടാറില്ല കേട്ടോ. അപ്പം അങ്ങനെ ചോറ് വെന്തു, അത് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. ഞാനിങ്ങനെയാണ് ഊറ്റിയെടുക്കാറ് കേട്ടോ. അങ്ങനെ വാർത്തെടുക്കാറില്ല, ഇങ്ങനെ കൊട്ടക്കൈയിലിട്ട് ഊറ്റിയെടുക്കാറാണ്. രാവിലെ ഒന്ന് തറവാട്ട് പോയി, നാത്തൂന് പ്രസവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ അവിടെ നിന്ന് പോയി, തറവാട്ട് പോയിട്ട് കുറച്ച് മുരിങ്ങൻ്റെ ഇലയും ഒക്കെ ഇട്ട് പോയിട്ടോ. പിന്നെ കോഴി മുട്ട ഇട്ടതുണ്ടായിരുന്നു, അപ്പോൾ അതിട്ട് ഒന്ന് രാവിലെ പോയി. ആശിമോനെ മദ്രസ പറഞ്ഞയച്ചുകൊണ്ട് നേരെ ഒന്ന് അവിടെ പോയി കുട്ടീനെയൊക്കെ കണ്ട്. പോകാൻ സമയമില്ല, വൈകുന്നേരം ഒന്നും പോകാൻ പറ്റൂല. അപ്പോൾ പിന്നെ പണിക്കാരുണ്ടായതുകൊണ്ട് അപ്പോൾ രാവിലെ പണിക്കാർ വരുന്നതിൻ്റെ മുന്നേ പോയിട്ടോ. വന്നിട്ടാണ് ഈ പണികളൊക്കെ തുടങ്ങിയത്. രാവിലെ 6 മണിക്ക് ആശിമോനെ പറഞ്ഞയച്ചുകൊണ്ട് നേരെ ഒരു 6:30 ആയപ്പോഴത്തേന് അവിടെ എത്തി. അവിടെ പോയി എന്നിട്ട് പിന്നെ അവിടുന്ന് തിരിച്ച് ഒരു 8 മണി ആയപ്പോഴത്തേനും അവിടെ തിരിച്ച് പോകുന്നുണ്ട്. അപ്പോഴത്തേന് പണിക്കാരൊക്കെ വന്നിട്ടാണ്. ഇന്ന് മീൻ കറിയും മീൻ പൊരിച്ചതും പപ്പടും ഒക്കെ ഒന്ന് വിചാരിച്ചു. പിന്നെ അച്ചാറും വെക്കാം. അപ്പം അങ്ങനെ പണി തുടങ്ങുകയാണ്. മീൻ മാനുകാക്ക കൊണ്ടുവരാൻ പോയിട്ടുണ്ട്. പിന്നെ അടുത്ത അയൽവാസിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ചെടിയും കൊടുന്നു കേട്ടോ. അവിടുന്ന് പോരുമ്പോൾ ചെടികളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ആദ്യം ഉണ്ടായ ചെടികളൊക്കെ കേടന്ന് പോയിട്ടോ. വെയിലും മഴയും ഒക്കെ കൊണ്ട് ആകെ കേടന്ന് പോയി. അപ്പോൾ ഞായച്ചാമട്ടം ഉണ്ടാക്കണം വിചാരിച്ചുകൊണ്ട് അപ്പോൾ കുറച്ച് ചെടി അവിടുന്ന് കിട്ടി. അപ്പോൾ അതേറ്റ് അങ്ങനെ പോകുന്നു. അപ്പോൾ മാനുകാക്കാനോട് വണ്ടിയിട്ട് വരാൻ വന്ന് പറഞ്ഞു. അപ്പോൾ അവർ വണ്ടിയിട്ട് വന്നുകൊണ്ട് പിന്നെ അവിടെ നിന്ന് എടുത്തു. അങ്ങനെ വീട്ടിലെത്തി. ഇനി ഇതിനുള്ളതൊക്കെ റെഡിയാക്കട്ടെ. കറിയൊക്കെ ഉള്ളതൊക്കെ തേങ്ങ ചിരണ്ടിയാണ്ട്. മീൻ കൊണ്ടുവന്നിട്ടില്ല, മീനിപ്പോൾ കൊണ്ടുവരും. അപ്പോൾ അത് ചിരണ്ടി വെക്കണം. എന്താണ് ഇട്ട ചെടി ഇതകത്ത് വെക്കണതാണ്, ആ ബക്കറ്റിലുള്ളത്. അപ്പോൾ അതൊന്ന് അകത്ത് വെക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. മനോഹരനോട് ചെട്ടിയൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെക്കാൻ ഒരു സമാധാനവും ഇല്ല. അപ്പം അങ്ങനെ ചോറ് ഊറ്റലൊക്കെ കഴിഞ്ഞ് ഇനി അതവിടെ നിൽക്കട്ടെ. മീൻ അപ്പോഴത്തേന് എത്തി. ഇനി കഴുകി വൃത്തിയാക്കി തലയും വാലും എടുത്തിട്ട് കറി വെക്കാം. ബാക്കി കഷ്ണം പൊരിക്കും ചെയ്യാം. ചട്ടിയിൽ തക്കാളിയും പച്ചമുളകും വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. തേങ്ങ ചിരണ്ടിയല്ലോ, മീൻ വരുന്നതിൻ്റെ മുന്നത്തെ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അത് അരക്കാൻ വെക്കണം. അപ്പോൾ തന്നെ ഫെല്ലമോള് വന്നു കേട്ടോ. ട്യൂഷൻ കഴിഞ്ഞ് ചിലപ്പം ചായ അടിച്ച് പോകും, ചിലപ്പം ചായ എടുക്കൂല, അങ്ങനെയാണ് കേട്ടോ. ഇന്ന് ചായ അടിച്ചാതെ പോയിക്കുണ്ടായപ്പോൾ അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം അങ്ങനെ അരക്കാനുള്ള മിക്സിയിലിടാണ് കേട്ടോ മീൻ കറിക്ക്. തേങ്ങേൻ്റെ കൂടെ തന്നെ കേട്ടോ മല്ലിയും മുളകും മഞ്ഞൾപ്പൊടിയും പിന്നെ ചെറിയ ഉള്ളിയും ഒക്കെ കൂടെ കൂട്ടി അരക്കലാണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ അരക്കാറ്. പല പോലെ ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ അല്ലാതെ ഉണ്ടാക്കും, ഇങ്ങനെ ഉണ്ടാക്കും.
തേങ്ങ അരച്ചത് അതിൽ പാർന്നു, പുളി പാർന്നു. ഇനി കഷ്ണങ്ങൾ അതിലിട്ട് കണ്ട് ഒന്ന് അടച്ച് വെച്ച് നല്ലോണം വേവിച്ചെടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കൽ. കറി തിളക്കാൻ കാത്തു നിൽക്കില്ല, അതിൻ്റെ ഇടയ്ക്ക് തന്നെ മീനിടും. മീൻ ഇട്ടിട്ട് അവിടെ കിടന്ന് നല്ലോണം വേവുക. ആ തേങ്ങയിൽ ഉപ്പും ഒക്കെ നോക്കിയിട്ട്, ഉപ്പുണ്ടാകുന്നൊക്കെ നോക്കിയിട്ട് എന്നിട്ട് പിന്നെ അതിലേക്ക് കഷ്ണങ്ങൾ ഇടുകയാണ് കേട്ടോ. ഞാൻ ഇടുന്ന വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബോറായി തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറയണേ, ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. അപ്പം അങ്ങനെ മീൻ പൊരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആഷിമോനുണ്ട് വരുന്നുണ്ട് കേട്ടോ ചട്ടിയിട്ട്. ഇതാ അമ്മ നിങ്ങളെ ചട്ടി പറഞ്ഞിട്ട് അങ്ങനെ അവനെ ചട്ടി കിട്ടി. ചട്ടി 2 ചട്ടി കണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ട് അകത്ത് വെക്കാൻ പറ്റിയ 2 ചട്ടി കൊണ്ടുവരാൻ പറഞ്ഞത്. 2 ചെടി ഉണ്ട് അകത്ത് വെക്കണത്. അപ്പോൾ അത് വെക്കാമെന്ന് വിചാരിച്ച്. ബാക്കിയുള്ളത് പുറത്ത് വെക്കാം, പഴയ ചട്ടികളുണ്ട്. അപ്പോൾ അത് പുറത്ത് വെക്കാം. ഇനി പിടിച്ചിട്ട് ഇനി എന്താ വെച്ചാൽ മാറ്റി വെക്കുക എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ തൽക്കാലം 2 ചട്ടിയിൽ ആ ചെടി വെക്കണം എന്ന് വിചാരിച്ചു. വാടുമ്പോഴേക്കും അത് വെക്കാമെന്ന് വിചാരിച്ചു കൊണ്ടാണ് ഞാൻ അങ്ങനെ വാങ്ങിച്ചത് കേട്ടോ. അപ്പം അങ്ങനെ ഉച്ചയ്ക്ക് അവർ ചോറ് തിന്നാണ് കേട്ടോ പണിക്കാർ. അവരെ ചോറ് വേയി കഴിഞ്ഞിട്ട് വേണം ഇനി ചട്ടിയിൽ മണ്ണ് നിറച്ച് കുഴിച്ചിടാൻ. അപ്പോൾ ഇതാണ് കേട്ടോ മക്കളെ ചട്ടി. ചെടി ഇതാണ്. ഇപ്പോൾ വെച്ചത്. ഇപ്പം കുഴിച്ചിടുന്നതും മണ്ണ് വെക്കണതും മണ്ണിടണതും ഒന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ലെങ്തായി പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെച്ചത് മാത്രം കാണിച്ചു തരികയാണ് കേട്ടോ. ഇതാണ് ചെടികൾ 2 അകത്ത് വെക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ അങ്ങനെ ഷൂറാക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ നായ്ക്കളെ ശല്യം കൊണ്ട് ചെരുപ്പ് പുറത്ത് വെക്കാനേ പറ്റുന്നില്ല. സ്റ്റോർ റൂമിലാണ് ചെരുപ്പ് വെക്കുന്നത്. അപ്പോൾ അത് വെക്കണ്ടെന്ന് വിചാരിച്ചതുകൊണ്ട് ഇനി പുറത്ത് ഷൂറാക്ക് വെക്കണം. എന്നിട്ട് അതുമ്മേൽ വെക്കാമെന്ന് വിചാരിച്ച്
അതിൻ്റെ ഇടയിൽ ഇവർ രാത്രി പുറത്ത് പോയിട്ടോ. രാത്രി ഒരു വൈകുന്നേരം പുറത്ത് പോകാറാണ് കോഫി ഷോപ്പ് പോയതാണ്. അപ്പം അങ്ങനെ ഇവർ എന്തൊക്കെ ഫുഡൊക്കെ എനിക്ക് ബർഗർ കൊടുന്ന് ഓല എന്തൊക്കെയാണ് കഴിച്ചിരിക്കണത് തോന്നുന്നു. ഇതെന്തുന്നത്? ഏതിൻ്റെ ബർഗർ ഫുഡോ? ഏതുകൊണ്ട് ഇതെന്താ ആശയം? എനിക്ക് മേലെ ഐസ്ക്രീമുകളുണ്ടോ? പിന്നെ മഷ്റൂമിന്റെ പിന്നെ മീന് പൊരിച്ചുകൊണ്ട് ഇങ്ങനെ അപ്പോൾ എനിക്ക് കൊടുക്കുന്ന ഫുഡ് ഞാൻ കഴിക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ആ അടുത്തുള്ള ബെല്ലൈക്കനൊന്ന് ക്ലിക്ക് ചെയ്താൽ അപ്പോൾ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.